പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പറയൂ, കേൾക്കട്ടെ. ഇന്ന് പിതാക്കന്മാരുടെ ദിനമാണ്. വേൾഡ് ഫാദേഴ്സ് ഡേ, ലോക പിതൃദിനം. ലോകമെങ്ങും പിതൃദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. പൊതുവെ എല്ലാവർക്കും മദേഴ്സ് ഡേ എന്താണെന്ന് നന്നായിട്ടറിയാം. മാതൃദിനം എന്ന ദിവസം, അതായത് മാതാക്കളുടെ ദിനമെന്ന് പറയും. കാരണം എന്താണെന്നോ? എപ്പോഴും മാതാവിന്റെ സ്നേഹമാണ് ദൈവത്തിന് ശേഷം ഏറ്റവും വലിയ സ്നേഹം. അമ്മയുടെ സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് പറയും. അത് സത്യമാണ്, നിഷേധിക്കാനാവില്ല. മാതാവിന്റെ സ്നേഹം എപ്പോഴും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ പിതാവിന്റെ സ്നേഹം എന്നതിനെക്കുറിച്ച് നോക്കിയാൽ മാതാവിന്റെ സ്നേഹത്തിന് തുല്യമാണ് പിതാവിന്റെയും സ്നേഹം. നമ്മൾ മാതാവിന്റെ സ്നേഹമെന്ന് കേട്ട് ചില അനുഭവങ്ങൾ കണ്ടിട്ട് അത് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒരു പിതാവിന്റെ സ്നേഹവും അതിനോട് തുല്യമാണ്. മാതാവിന്റെ സ്നേഹം കാണിക്കുന്ന വിധം വേറെയും പിതാവിന്റെ സ്നേഹം കാണിക്കുന്ന വിധം വേറെയുമാണ്. അതിലാണ് വ്യത്യാസമെന്നേയുള്ളൂ. സ്നേഹം ഒന്ന് തന്നെ, പക്ഷേ സ്നേഹം കാണിക്കുന്ന വിധമാണ് വ്യത്യസ്തമായിരിക്കുന്നത്. ദൈവം നമുക്ക് പിതാവായിരിക്കുന്നു. ഒരു വശത്ത് നമുക്ക് മാതാവായിരിക്കുന്നു, മാതാവിനെ പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്നു. വേറൊരു വശത്ത് 103-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവം കരുണയുള്ള ഒരു പിതാവാണ്. അപ്പോൾ അമ്മയുടെയും അച്ഛന്റെയും രണ്ടുപേരുടെയും സ്നേഹം തുല്യമായി നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അമ്മയുടെ സ്നേഹമെന്നത് വീട്ടിൽ നിറയെ ജോലി ചെയ്യുന്നു, ഭക്ഷണമുണ്ടാക്കുന്നു, വീട് വൃത്തിയാക്കി വെക്കും, നമുക്ക് വ്യക്തിപരമായി വേണ്ടതെല്ലാം ചെയ്തു തരുന്നു. ദിവസവുമുള്ള കാര്യങ്ങൾക്കായി അവർ ചെയ്യുന്നത് കാണുന്നത് കൊണ്ട് അമ്മയുടെ സ്നേഹമാണ് വിശേഷപ്പെട്ടതെന്ന് വിചാരിക്കും. അച്ഛൻ പുറത്തുപോയി ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, പുറത്ത് കാണാത്ത പല കാര്യങ്ങളും അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില അച്ഛന്മാര് മദ്യപിച്ച് ലക്കില്ലാതെ അടിക്കുന്നവരുമുണ്ട്. അത് വേറെ കാര്യം. പൊതുവായി കാണുമ്പോൾ പിതാവിന്റെ സ്നേഹം എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ, ഭാവിയിൽ എന്റെ മക്കൾ നന്നായിരിക്കണം, എന്റെ മക്കൾ ഉയർന്ന സ്ഥിതിയിലെത്തണം. അതുകൊണ്ട് പിതാവ് മക്കളെ പഠിപ്പിക്കുവാനായി സ്കൂളും കോളേജുമൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യും. അമ്മയുടെ സ്നേഹം എന്താണെന്നാൽ മക്കൾ ദിവസവും ഭക്ഷണം കഴിക്കണം, നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം. പഠിക്കാനാവുന്നില്ലെങ്കിൽ മക്കളെ വഴക്ക് പറയല്ലേ എന്ന് ഭർത്താവിനോട് ദേഷ്യപ്പെടും. മക്കൾ ഇപ്പോൾ നന്നായിരുന്നാൽ മതി, അവര് ഭക്ഷണം കഴിക്കട്ടെ, അവരെ വഴക്ക് പറയേണ്ട, അവന് വേണ്ടപ്പോൾ പഠിക്കട്ടെ, നമ്മുടെ മകനല്ലേ എന്ന് പറയും. ഇത് നിങ്ങൾക്ക് നല്ലതായി തോന്നും. അച്ഛന്റെ സ്നേഹം കർശനമുള്ള സ്നേഹമാണ്, ശിക്ഷിക്കുന്ന സ്നേഹമാണ്. ദേഷ്യപ്പെടും, ശിക്ഷിക്കും, നേരെയാക്കും. എന്തിനാ അങ്ങോട്ട് പോയത്, എന്തിനാ അവനോട് കൂട്ടുകൂടുന്നത്, അത് നിനക്കാപത്താണ് എന്ന് പറയും. ഇത് നമ്മെ കാക്കുന്ന സ്നേഹമാണ്. ഭാവിയിൽ നാം എങ്ങനെ ഉണ്ടാവണം എന്നതിനു വേണ്ടി അതിന് തക്കവണ്ണം പ്രവർത്തിക്കുന്നതാണ് ഒരു പിതാവിന്റെ സ്നേഹം. നമ്മളത് മനസ്സിലാക്കുന്നതേയില്ല. പലരും പറയാറുണ്ട്, എന്റെ അച്ഛൻ ഭയങ്കര കർശനക്കാരനാണ്, എന്നെ അടിക്കും, വളരെ സ്ട്രിക്റ്റാണ്, അതുകൊണ്ട് പണ്ട് മുതലേ എനിക്ക് എന്റെ അച്ഛനെ ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഉയർന്ന പദവിയിലെത്തി, നന്നായി പഠിച്ച് നേട്ടങ്ങൾ ഉണ്ടായതിന് കാരണം എന്റെ അച്ഛനാണ്. അച്ഛൻ കർശനക്കാരനായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് പഠിച്ച് നല്ല മനുഷ്യനായി ഉയർന്ന സ്ഥിതിയിലെത്തിയത് എന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ആ സമയത്ത് ആ പിതാവിന്റെ വില നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഭാവിയെ ഓർത്ത് പ്രവർത്തിക്കുന്ന സ്നേഹമാണ് ഒരു പിതാവിന്റെ സ്നേഹം. അതുകൊണ്ട് പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാകും, അച്ഛൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അച്ഛൻ വഴക്ക് പറഞ്ഞിരുന്നത് എന്ന്. എന്നെ ശിക്ഷിച്ചു, എന്നെ അടിച്ചു, എന്നെ നേരെയാക്കി എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ദൈവവും അങ്ങനെയാണ്. ഒരു ഭാഗത്ത് മാതാവിനെ പോലെ ആശ്വസിപ്പിക്കും, മറുഭാഗത്ത് പിതാവിനെ പോലെ ശിക്ഷിച്ച് നേരെയാക്കും. രണ്ടുപേരുടെ സ്നേഹവും നമുക്ക് വേണം. അപ്പോൾ ദൈവവും നമുക്ക് പിതാവിനെ പോലെയാണ്. ഒരു പിതാവ് മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ കരുണ കാണിക്കും. നമ്മൾ തെറ്റ് ചെയ്തു, പാപം ചെയ്തു, പിതാവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അറിയാതെ പാപം ചെയ്തു പോയി, അങ്ങയുടെ വാക്കനുസരിക്കാതെ തെറ്റിൽ കുടുങ്ങി, എന്നോട് ക്ഷമിക്കണേ എന്ന് അപേക്ഷിച്ചാൽ ഉടനെ കരുണ കാണിക്കും. ഞാൻ നിന്നോട് ക്ഷമിക്കാം, നിനക്ക് സംരക്ഷകനായിരുന്ന് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് ആശ്ലേഷിക്കുന്ന സ്നേഹമാണ്. അതിനാൽ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ നിങ്ങൾ രുചിച്ച് ഒരു വശത്ത് മാതാവും മറുവശത്ത് പിതാവുമായി എന്റെ കൂടെയുണ്ട് എന്ന് പറയൂ. നിങ്ങൾക്കൊരു പിതാവിനെ തന്ന ദൈവത്തിനോട് നന്ദി പറയൂ. പിതാവിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കൂ, നിങ്ങളുടെ പിതാവിനെ സന്തോഷിപ്പിക്കൂ. അച്ഛൻ എന്നെ ശിക്ഷിച്ചത് ഞാൻ തെറ്റിദ്ധരിച്ചു, എന്റെ അച്ഛൻ വളരെ നല്ലവനാണ് എന്ന് നിങ്ങൾ പറയൂ. അച്ഛനോട് നന്ദി പറയൂ, അദ്ദേഹം സന്തോഷിക്കും. ഇന്ന് അച്ഛനോട് നന്ദി പറയുമോ നിങ്ങൾ? അച്ഛൻ ചെയ്ത നല്ല കാര്യങ്ങൾക്കായി നന്ദി പറയുമോ? അച്ഛനോട് നന്ദി പറയൂ, ദൈവം നിങ്ങളെ പിതാവായി വഴി നടത്തും. ഇപ്പോൾ പറയൂ, പിതാവേ, അങ്ങെപ്പോഴും എനിക്ക് പിതാവായിരിക്കുന്നു.
ശിക്ഷിച്ച് ഉപദേശിച്ചെന്നെ നേരെയാക്കി നടത്തുന്നതിന് സ്തോത്രം. എനിക്ക് തന്നിരിക്കുന്ന സ്നേഹവാനായ പിതാവിനായി സ്തോത്രം. അച്ഛൻ കർശനക്കാരനായിരിക്കുന്നതിനായി സ്തോത്രം. എന്നെ നേരെയാക്കുന്നതിനായി സ്തോത്രം. എനിക്കൊരു നല്ല അച്ഛനെ തന്നതിന് അങ്ങയോട് നന്ദി പറയുന്നു. അച്ഛന് സുഖം കൊടുക്കണമേ, ആശീർവദിക്കണമേ, ദീർഘായുസ്സ് നൽകണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ